അയൽപ്പക്ക വഴക്കുകൾ നമ്മുടെ നാട്ടിൽ സാധാരണമാണ്. വളരെ ചെറിയ കാര്യങ്ങൾക്കാകും മിക്കവാറും അയൽക്കാർ തമ്മിൽ കടുത്ത ശത്രുതയിലേക്ക് എത്തുന്നത്. പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങൾ പലപ്പോഴും വലിയ തർക്കങ്ങൾക്കും കൊലപാതകങ്ങൾക്കും വരെ കാരണമായിട്ടുള്ള വാർത്തകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതിനെല്ലാം പ്രധാന കാരണം മനുഷ്യരുടെ വിട്ടുവീഴ്ച മനോഭാവമില്ലായ്മയാണ്. അത്തരത്തിൽ രസകരമായ ഒരു പരാതിയാണ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. അയൽപ്പക്കത്തെ പറമ്പിലെ തെങ്ങിന്റെ പേരിൽ വഴക്കടിച്ച് കേസ് ഹൈക്കോടതി വരെ എത്തി. കേസുമായി ഹൈക്കോടതിയിലെത്തിയ ആളുകളോട് ബൈബിൾ വചനം ഉപദേശമായി നൽകി ഹൈക്കോടതി. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ബൈബിൾ വചനം ഓർമ്മിപ്പിക്കുകയായിരുന്നു കോടതി. ആപത്ത് വരുമ്പോൾ സഹായത്തിന് അയൽവാസിയെ ഉണ്ടാകൂ എന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഹർജി തീർപ്പാക്കുന്നതിനിടെ ഇരുകൂട്ടരെയും ഉപദേശിച്ചു. ഒരു ചായ കുടിച്ച് സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണിതെന്നും കോടതിയുടെ സമയം പാഴാക്കിയതിന് ഹർജിക്കാരന് പിഴ ചുമത്തേണ്ടതാണെന്നും, പക്ഷെ കേസിലെ കക്ഷികൾ കാണിക്കുന്നത് പോലുള്ള കടുത്ത നിലപാടുകൾക്ക് കോടതി പോകുന്നില്ലെന്നും ഉത്തരവിൽ പറയുന്നു. അയൽവാസിയുടെ തെങ്ങ് തങ്ങളുടെ വീടിന് ഭീഷണിയാണെന്ന് ആരോപിച്ച് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കരകുളം ഗ്രാമപഞ്ചായത്തിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എതിർകക്ഷി തെങ്ങ് കമ്പിവടം കൊണ്ട് വലിച്ചു കെട്ടുകയും തേങ്ങ ശേഖരിക്കുന്നതിനായി മുകളിൽ വലയിടുകയും ചെയ്തെങ്കിലും പക്ഷെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. തൃപ്തനാവാത്ത ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അന്വേഷണത്തിനായി അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചതിലുള്ള പ്രതിഫലമായ 1,00,000 രൂപ വഹിക്കാനും ഹർജിക്കാരൻ തയ്യാറായി. തെങ്ങിന് ബലക്ഷയമില്ലെന്നും തേങ്ങ പതിക്കാതിരിക്കാൻ മുൻകരുതലുണ്ടെന്നും കമ്മീഷൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. തെങ്ങിന് ചിരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ തർക്കം കണ്ട് അത് സ്വയം ചിരിച്ചേനെ എന്നും, സ്വയം നിലം പതിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ തെങ്ങ് അങ്ങനെ ചെയ്ത് ഇരു കൂട്ടരുടെയും വഴക്ക് ഒഴിവാക്കിയേനെ എന്നും കോടതി പറഞ്ഞു. തെങ്ങ് നിലവിൽ അപകടകരമല്ലെന്ന് വിലയിരുത്തിയ കോടതി കൂടുതൽ നടപടികൾ ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹർജി തീർപ്പാക്കിയത്. നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ആദ്യം ഓടിയെത്തുക അയൽക്കാരനാകും. കഴിവതും അയൽക്കാരുമായി സൗഹൃദത്തിൽ കഴിയാൻ ശ്രമിക്കുക. ദൂരെയുള്ള ബന്ധുവിനേക്കാൾ ഉപകരിക്കുക അടുത്തുള്ള ശത്രു ആയിരിക്കുമെന്ന് കേട്ടിട്ടില്ലേ?